രാഷ്ട്രവാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ഭാവി. ഏതൊരു വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഒരു പഴംപുരാണം നമുക്കൊരു ബലമാണ്. അതുകൊണ്ട് ശതമായാൽ ശവമായി അങ്ങനെ ഒരു പഴംപുരാണമുണ്ട്. നൂറായാൽ വെണ്ണീറായി എന്ന് മലയാളത്തിലും പറയാം. എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനവും സങ്കേതവും 100 വർഷം പിന്നിട്ടാൽ പിന്നീടത് നശിക്കണം. അതാണ് പ്രമാണം. ഇന്ന് വലിയ സാമ്രാജ്യങ്ങളും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഒരു കാലത്ത് പ്രതാപത്തോടെ നിന്നിരുന്നത് മൺമറഞ്ഞു പോയത് ഇപ്പോൾ പുനരുദ്ധരിക്കപ്പെടും. ഇതാരുടെയും കുഴപ്പമില്ല. ഇതാണ് പ്രകൃതിയുടെ നിയമം. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ മുത്തശ്ശി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 കോൺഗ്രസ് ആരംഭിക്കുന്നത്. ഇന്ത്യക്ക് അന്ന് ഇന്ത്യയില്ല, പഴയ പ്രാകൃതമായ രാജ്യം ഭാരതം. അതിന് സ്വാതന്ത്ര്യം നേടാൻ അപ്പോൾ തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാരൻ തന്നെയാണ്. അതിൻ്റെ ചരിത്രം പിന്നീട് നോക്കുകയാണ്. മറ്റൊരു പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മാനവികതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും പട്ടിണിപ്പാവങ്ങളെയും പുനരുദ്ധരിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് 1925 ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. മറ്റൊരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പ് പറഞ്ഞ 2 പ്രസ്ഥാനങ്ങളും വർഗീയരുടെ കക്ഷികൾ എന്ന് എപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന, ഹിന്ദുത്വത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന BJP. ആ BJP പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം കാരണമായ രാഷ്ട്രീയ സ്വയംസേവക സംഘം. BJPക്ക് മുമ്പ് ജനസംഘമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മാതൃസംഘടന 1925 തന്നെയാണ് അതും തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ 3 പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യ ഒട്ടുക്കും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുരാജ്യങ്ങൾ പോലെ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുണ്ട്, അവരെ അവഗണിക്കുന്നില്ല. ശതമായാൽ ശവമായി എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. കാരണം വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മഠം ആരംഭിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇത് 100 വർഷം പോയി എന്ന് പറയാം, അത് കഴിഞ്ഞാൽ ഇത് നിലച്ചു പോകും. ഇന്നും ആ പ്രസ്ഥാനം ഭാരതം മുഴുവനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. വലിയ ആശയ സംഘടനകളുണ്ടാകാം. നമുക്ക് നമ്മുടെ പാർട്ടികളിലേക്ക് നോക്കിയാൽ ഇന്ന് ഈ 3 പാർട്ടിയുടെയും അവസ്ഥ എന്താണ്? ആദ്യം തുടങ്ങിയ പ്രസ്ഥാനം 3 നൂറ്റാണ്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചു. 1800 കാലങ്ങളുടെ അവസാനത്തിൽ ആരംഭിച്ച് 1900-ങ്ങൾ 100 പിന്നിട്ട് ഇന്ന് 2000 കടന്ന് 25 വർഷം പിന്നിട്ടു. 3 നൂറ്റാണ്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് അതിൻ്റെ അവസ്ഥ ഏതാണ്ട് പ്രമാണത്തെ സത്യമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മൗനമായ ഉത്തരവും വാചാലമായ ഉത്തരവും ഉണ്ടാകാം. പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ വലിയ ഒരു വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടക്കങ്ങൾ കുട്ടികൾ പെറുക്കിക്കൂട്ടിയെടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ടുപോയി മറ്റുമാരും കാണാതെ, കാരണം വഴക്ക് പറയാൻ സാധ്യതയുണ്ട്, പൊട്ടിച്ച് കളിക്കുന്നത് പോലെ കോൺഗ്രസ് എന്ന ആ മഹാപ്രസ്ഥാനം ഇന്ത്യയുടെ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട പൊട്ടലുകൾ, ചീറ്റലുകൾ മാത്രം അത് അവശേഷിക്കുന്നു. ഇതാണ് സത്യാവസ്ഥ. ഇനി രണ്ടാമത്തെ പാർട്ടി, അവരെ സംബന്ധിച്ച് അധികം പെറുക്കിക്കൂട്ടാനില്ല. കിട്ടിയതുകൊണ്ട് ഒരിടത്ത് മൂലയ്ക്ക് മാറിയിരുന്ന് കേരളത്തിലിരുന്ന് ഞങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആളുകളാണോ എന്ന് തോന്നുന്നത് സ്വയം തോന്നിക്കൊണ്ട് അങ്ങനെ ഭരണം നിർവഹിക്കുന്നു. അവസാനത്തെ തിരിയുടെ ഒരു ആളൽ പോലെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ടി
വേറെ ആരും ഇല്ലാത്തതുകൊണ്ടോ എന്തോ ഇന്ന് അവരാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. ജനങ്ങളുടെ മുഴുവൻ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജനങ്ങളുടെ ശരിയായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യ ആയിത്തീരാൻ ഒരു കാരണം ഇന്ന് ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന് അറിഞ്ഞും അറിയാതെയും പറഞ്ഞും പറയാതെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ 3 പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ സ്ഥിതി ഇതാണ്. ഇനി ഇത് എത്ര കാലം മുന്നോട്ട് പോകും? ഇന്ന് ഭരിക്കുന്ന പാർട്ടി എത്ര നാൾ ഇവിടെ ഉണ്ടാകും? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം പ്രമാണം സത്യമാകണം. 100 വർഷം പിന്നിട്ടു കോൺഗ്രസ് 140 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു 50 വർഷം കൂടി അതിൻ്റെ അലയൊലി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം പരമാവധി പോയാൽ ആ പ്രസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ ചില ശേഷിപ്പുകൾ മാത്രമായിരിക്കും. ഇനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അലയൊലി എന്ന് പറയാനില്ല. അലകളെല്ലാം നിശബ്ദമായി, ചെറിയ ഒലികൾ മാത്രമായി. പക്ഷേ അവർക്കും ചില ശേഷിപ്പുകളുണ്ട്. ഇനി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, അതിന് എത്രത്തോളം ആയുസ്സുണ്ട്? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവിയിൽ ഇതിനെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുമോ? ഉണ്ടാകണമല്ലോ. കാരണം ഒന്നും ഇവിടെ ശാശ്വതമായി നിലനിൽക്കുന്നില്ല, അതുപോലെ ശാശ്വതമായി നശിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആവിർഭാവം എന്തിനു വേണ്ടിയായിരുന്നു? ഇനി അതിൻ്റെ പരിസമാപ്തി എവിടെയായിരിക്കും? ആ വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം.